BJPക്ക് 10-ലധികം സീറ്റിലേക്ക് നീങ്ങുന്നു. കേരള കോൺഗ്രസുകൾക്ക് ആ തരം ഫ്ലെക്സിബിലിറ്റി കിട്ടാതെ വരുന്നു. അങ്ങനെയെങ്കിൽ വല്ലാതെ ബുദ്ധിമുട്ട്. KM മാണിയുടെ മകൻ ജോസ് കെ മാണിക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുത്താൽ, പാലായിൽ ജയിച്ചു വരുന്ന ജോസ് കെ മാണിയാണെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം കൊടുത്താൽ എന്തുകൊണ്ട് 4-5 MLA-മാരുണ്ടെങ്കിൽ വന്നുകൂടായിക എന്താണ്? ഇടതുപക്ഷത്തിൽ നിന്ന് ഒരാൾക്ക് UDF-ൽ വരാമെങ്കിൽ തിരിച്ച് ഇടതുപക്ഷത്ത് പോകാൻ തൊട്ടുകൂടായ്മ ഇല്ല. അവർ മാറി, DNA മാറിയെന്ന് പറഞ്ഞാൽ മതിയാവും. കേരള കോൺഗ്രസുകൾ ഇപ്പോൾ പ്രസക്തി നിലനിർത്തുന്നത് കൃത്യം ബാർഗെയിനിങ്ങിലൂടെയാണ്. ജൈവികമായ വളർച്ച രേഖപ്പെടുത്തുന്നത് കൊണ്ടല്ല, മറിച്ച് മുതലേച്ചൻ ഇഫക്റ്റ് ഉപയോഗിക്കാൻ എനിക്കറിയാം എന്ന് പറയുന്ന കേരള കോൺഗ്രസുകൾ ഇത്തിൽക്കണ്ണി പോലെ നിൽക്കും. കേരള കോൺഗ്രസുകൾ മൊത്തത്തിൽ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം നോക്കിയേ. 8 സീറ്റ് UDF-നോടൊപ്പം നിന്നുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്, 12 സീറ്റുകൾ LDF-നോടൊപ്പം നിന്നുകൊണ്ട് മാണി വിഭാഗം. അപ്പോൾ തന്നെ 20ആയി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും വിജയം നേടുക, ഇടതുപക്ഷമായിരിക്കുമോ UDF ആയിരിക്കുമോ എന്ന് കൃത്യമായി പറയുവാൻ ഇപ്പോഴും ആർക്കും സാധിക്കാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. നേരിയ എഡ്ജ് അവിടെയാണ് ഇവിടെയാണ് എന്നൊക്കെ പറയുന്നെങ്കിലും ഒരു വ്യക്തമായ ഭൂരിപക്ഷം ആര് നേടുമെന്ന് ഇതുവരെയും ആർക്കും പറയാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു ഘട്ടമുണ്ടായാൽ ഒരു ഹങ് പാർലമെൻറ്റിലേക്ക് പോകുമോ? BJP ഡിസൈഡിങ് ഫാക്ടർ ആകുമോ? നമ്മുടെ കേരളത്തിലെ ഇടതിനായാലും UDF-നാണെങ്കിലും BJP-യുടെ പിന്തുണ നേടി ഒരു സർക്കാർ രൂപീകരിക്കാൻ സാധിക്കില്ലല്ലോ. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും പിന്നീട് സംഭവിക്കാൻ പോകുന്ന രാഷ്ട്രീയ നീക്കം പരിശോധിക്കുകയാണെന്ന് നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നാണ് അങ്ങയുടെ മനസ്സിലേക്ക് വരുന്നത്? ഇപ്പോൾ ഒരു ആർക്കും കൃത്യമായി മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ, കേവല ഭൂരിപക്ഷം നേടാൻ സാധിച്ചില്ലെങ്കിൽ ഒരു എക്സ് ഫാക്ടർ ആകാൻ പോകുന്നത് എന്തായിരിക്കും? ഒരു കാരണവശാലും BJP-യുടെ പിന്തുണ നേടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ LDF-ഓ UDF-ഓ സർക്കാർ ഉണ്ടാക്കില്ല. പിന്നെന്തായിരിക്കും സ്ഥിതി? എന്തായിരിക്കും സാഹചര്യം? ഇംഗ്ലീഷിലൊരു സേയിങ് ഉണ്ട്, ഡെൽവിങ് ഇൻ ടു അൺചാർട്ടേഡ് ടെറിട്ടറീസ്. അല്ലെങ്കിൽ കടലാണെങ്കിൽ ട്രാവലിംഗ് അല്ലെ, സെയിലിംഗ് ഇൻ ടു അൺനോൺ സീസ്. അതെ, ആ ഒരു കാര്യം ഒട്ടും സംസാരിച്ചിട്ടില്ല. കേരള ജനത കാര്യമായി സംസാരിച്ചിട്ടില്ലാത്ത ഒരു ആംഗിളാണ് ഇപ്പോൾ സാറ് ഇൻട്രോയിലൂടെ സൂചിപ്പിച്ചത്. ഇമാജിൻ UDF ആൻഡ് LDF വിന്നിങ് ഓൾമോസ്റ്റ് സെയിം നമ്പർ ഓഫ് സീറ്റ്സ്. ഫോർ എക്സാമ്പിൾ 68, 71 ആണല്ലോ മാജിക് നമ്പർ, 69, ഈവൻ 70. അപ്പോഴും 71 ഇല്ല എങ്കിൽ ഒരു കാരണം 71 ഉണ്ടെങ്കിൽ പോലും എന്താ ബുദ്ധിമുട്ട്? സ്പീക്കർക്ക് കാസ്റ്റിംഗ് വോട്ട് ചെയ്തുകൊണ്ട് മാത്രമേ നിലനിർത്താനാവൂ. അതാണ് വാസ്തവം. അപ്പോൾ 72 സീറ്റെങ്കിലും വേണം യഥാർത്ഥത്തിൽ. 71 മതി ടെക്നിക്കലി, പക്ഷേ 72 സീറ്റാണ് ബെഞ്ച് മാർക്ക്. UDF-നും LDF-നും അത് ലഭിക്കാതെ ഇരുന്നാൽ, UDF-നോ LDF-നോ ലഭിച്ചാൽ കൃത്യമായി ഭരണം ഉണ്ടാകും, സുസ്ഥിര ഭരണം തൽക്കാലത്തെങ്കിലും ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു ചിന്ത. ഇല്ല എങ്കിൽ BJP 4-5 സീറ്റ് പിടിക്കുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ കട്ടക്ക് നിൽക്കുകയാണെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സെനാരിയോ, അതേക്കുറിച്ച് കൂടി ഒരു പക്ഷേ ഇപ്പോൾ സംസാരിക്കേണ്ടി വരും. അതെ, ഇത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ചിന്തിക്കും, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. അത് ഓരോരുത്തരുടെ നിഗമനമാണ്. പക്ഷേ സംഭവിച്ചാൽ എന്ത് ചെയ്യും? തയ്യാറായിരിക്കണമല്ലോ. അതെ, അവിടെയെങ്കിൽ BJP ഒരു ഫാക്ടർ ആവില്ല. ദിസ് ഈസ് വാട്ട് ഐ തിങ്ക്. സർക്കാർ ഉണ്ടാക്കാൻ BJP ഒരു ഫാക്ടർ ആവില്ല. K. സുരേന്ദ്രൻ മുൻപ് പറഞ്ഞല്ലോ, 35 സീറ്റ് ഞങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കും. അത് ലോജിക്ക് എന്താണ്? UDF-ൽ നിന്നോ LDF-ൽ നിന്നോ ഏതെങ്കിലും കക്ഷികളുടെ പിന്തുണ സ്വീകരിച്ചുകൊണ്ടല്ലാതെ BJP-ക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ അങ്ങനെ ഒരു വാദഗതിയില്ല. ഇപ്പോൾ BJP മേ ഇംപ്രൂവ് ദ ടാലി. ഇപ്പോൾ ഇന്നിപ്പോൾ 0 ആണ്, അതിൽ നിന്നും ഏതാനും സീറ്റുകളിലേക്ക് നീങ്ങാം. അങ്ങനെ ഹങ് സിറ്റുവേഷൻ, തൂക്കസഭ വന്നാൽ വലിയ 2 സാധ്യതയാണുള്ളത്. ഒന്ന്, ന്യൂനപക്ഷ ഗവൺമെൻറ് രൂപീകരിക്കുക. പ്രതിപക്ഷം ഗവൺമെൻറ്റിനെ സഭയ്ക്കുള്ളിൽ എതിർക്കുമ്പോഴും വോട്ടെടുപ്പിൽ നിന്ന് നിന്നുകൊണ്ട് സഹായിക്കുക. കാരണം പ്രതിപക്ഷത്തിന് ഗവൺമെൻറ് ഉണ്ടാക്കാനുള്ള ഒരു ഭൂരിപക്ഷമില്ല. അവിശ്വാസ പ്രമേയം, BJP അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചാലും UDF-നെതിരെ അല്ലെങ്കിൽ LDF-നെതിരെ ആരാണ് ഭരണത്തിൽ വരുന്നത്, മറുകക്ഷി ഒരുപക്ഷെ നിൽക്കും. അപ്പോൾ ഭരണത്തിൽ തുടരാം. പല പഞ്ചായത്തുകളും അങ്ങനല്ലേ? ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? പല പഞ്ചായത്തുകളിലും കൃത്യമായ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടല്ലോ വിട്ടുനിന്ന് സഹകരിക്കുന്ന ഒരു അന്തരീക്ഷം. ഇത് അധികം കാലം നിൽക്കില്ല. ഒരു സ്റ്റേബിൾ ഗവൺമെൻറ്റാണ് വേണ്ടതെങ്കിൽ ഒരു മാർഗമുണ്ട്.
UDF നിന്നോ LDF നിന്നോ ജയിച്ചു വരുന്ന ചില ചെറിയ കക്ഷികൾ മറുപക്ഷത്തേക്ക് നീങ്ങിക്കൊണ്ട് കൃത്യമായി എണ്ണം തികയ്ക്കുക, 72 എന്ന മാജിക് നമ്പർ തികയ്ക്കുക. ഹൂ വിൽ ഡു ഇറ്റ്? കോൺഗ്രസ് പാർട്ടിക്ക് CPM-നോടൊപ്പം ചേർന്ന് ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയില്ല. മുസ്ലിം ലീഗിന് CPM-നോടൊപ്പം ചേർന്ന് ഗവൺമെൻറ് ഉണ്ടാക്കാൻ ചിന്തിക്കാമെന്നല്ലാതെ BJP മാറ്റി നിർത്താൻ അങ്ങനെയും ചിന്തിച്ചു കൂടായികയില്ല. സാധ്യത കുറവാണ്. കാരണം UDF-ൻ്റെ പ്രമുഖ ഘടക കക്ഷിയാണ് മുസ്ലിം ലീഗ്. എന്നാൽ UDF-ൽ മറ്റ് ചില കക്ഷികൾ കൂടി സീറ്റുകൾ നേടി വരും. ഒന്ന് RSP ആണ്, മറ്റൊന്ന് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ്, മറ്റൊന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പാണ്. പിറവത്ത് മത്സരിക്കുന്ന അനൂപ് ജേക്കബ് എന്ന ഒറ്റയാൻ. ഇടതുപക്ഷത്തും അങ്ങനെയുണ്ട്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് 12 സീറ്റിൽ മത്സരിക്കുന്നു. ഏതാനും സീറ്റുകൾ ജയിച്ചു വരാമല്ലോ. അല്ലെങ്കിൽ കൊച്ചു 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 കക്ഷികൾ, ജനതാ പരിവാറിലെ കക്ഷികൾ അല്ലേ, പല പല പേരുകളിൽ അറിയപ്പെടുന്ന ജനതാ ദളുകളുണ്ടല്ലോ. മാത്യു ടി തോമസ് നയിക്കുന്ന ജനതാദൾ, അല്ലെങ്കിൽ മറ്റ് ചില ആളുകൾ, വീരേന്ദ്രകുമാർ അല്ലെങ്കിൽ ശ്രേയാംസ് കുമാർ നയിക്കുന്ന അവരുടെയൊക്കെ സ്ഥാനാർത്ഥികൾ ആരെങ്കിലുമൊക്കെ ജയിച്ചു വരാം. സ്വതന്ത്ര MLA-മാർ അല്ലെങ്കിൽ CMP-യുടെ ഒരാളുണ്ട്, CP ജോണുണ്ട്, മത്സരിച്ച് ജയിച്ചു വരാം. അല്ലെങ്കിൽ RMP-യുടെ KK രമ ജയിച്ചു വരാം ഇതാണ് വടകരയിൽ നിന്നും. ഇങ്ങനെയൊക്കെയുള്ള ഒറ്റയാൻ. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ലേബലിൽ മുൻപാലത്ത് പ്രവർത്തിക്കുകയും ഇപ്പോൾ കോൺഗ്രസിലേക്ക് വന്ന 5 പേരുണ്ട്. കോൺഗ്രസിലേക്കല്ല, UDF-ലേക്ക് വന്ന 5 പേരുണ്ട്. G. സുധാകരൻ ഉൾപ്പെടെ, കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെ, PK ശശി ഉൾപ്പെടെ, അല്ലേ, ഗോവിന്ദൻ ഉൾപ്പെടെ ആളുകൾ. അവരിൽ ആരെങ്കിലും ഒക്കെ ജയിച്ചു വന്നാൽ ഇതെല്ലാം തന്നെ നമ്പേഴ്സാണ്, തല എണ്ണേണ്ടി വരും. അപ്പോൾ പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റുകൾ ഇതാ പുതുക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങളിതാ എല്ലാം പിണറായി വിജയൻ്റെ നേതൃത്വം മാറ്റിയിരിക്കുന്നു. നിങ്ങൾക്ക് വിരുദ്ധത എന്താണോ അതെല്ലാം മറക്കണം, പൊറുക്കണം, ചേർന്ന് നിൽക്കണം എന്ന് പറഞ്ഞാൽ ചേർന്ന് നിന്നുകൂടായെങ്കിൽ ഇത് രാഷ്ട്രീയമാണ്. ഇടതുപക്ഷത്ത് നിന്ന ഒരാൾക്ക് UDF-ൽ വരാമെങ്കിൽ തിരിച്ച് ഇടതുപക്ഷത്ത് പോകാൻ തൊട്ടുകൂടായ്മ ഇല്ല. അവർ മാറി, DNA മാറിയെന്ന് പറഞ്ഞാൽ മതിയാവും. അത് മതി. തിരിച്ചും സംഭവിക്കാം. UDF-ലേക്ക് LDF-ൽ നിന്നും വരാം. ഏറ്റവും സാധ്യത KM മാണിയുടെ മകൻ ജോസ് കെ മാണിക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുത്താൽ, പാലായിൽ ജയിച്ചു വരുന്ന ജോസ് കെ മാണിയാണെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം കൊടുത്താൽ എന്തുകൊണ്ട് 4-5 MLA-മാരുണ്ടെങ്കിൽ വന്നുകൂടായിക എന്താണ്? ഇതൊക്കെ ഇപ്പോൾ ഇതെന്താ സാർ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. ഇതെന്താ വെള്ളരിക്കാപട്ടണമോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. രാഷ്ട്രീയമാണ്. അനന്തമായ സാധ്യതകളുടെ വാതായനങ്ങൾ ഇലക്ഷന് ശേഷം തുറന്നിടപ്പെടും. ഹങ് സിറ്റുവേഷൻ ആണെങ്കിൽ. ഹങ് സിറ്റുവേഷൻ അല്ല എങ്കിൽ ഈ ചർച്ച മറന്നേക്കൂ. പക്ഷേ നമ്മളൊക്കെ ഇടയ്ക്കൊക്കെ സംസാരിച്ചതാണ് കേരള കോൺഗ്രസുകളുടെ പ്രസക്തി എന്താണ്, അവരിനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇല്ലാതാകുമോ എന്ന ഒരു ചിന്ത പോലും നമ്മുടെയൊക്കെ മനസ്സിൽ വന്നിരുന്നു. പക്ഷേ അങ്ങനെയല്ല. പിളരും തോറും വളരുന്ന ആ ഒരു DNA അവരിലുണ്ട്. ദേ വിൽ ബി ക്രൂഷ്യൽ എന്ന ഒരു നിഗമനത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്, അല്ലേ? ഈ പരകായ പ്രവേശം എന്നൊരു വാക്കുണ്ട്, ഇത്തിൽ കണ്ണി എന്ന ഒരു വാക്കുണ്ട്, പിഗി ബാക്ക് റൈഡർ എന്നൊരു വാക്കുണ്ട്. ഇതിലേതാണ് ചേരുന്നതെന്നറിയില്ല. ഞാനും മുതലേ അച്ഛനും കൂടിയാണ് പല പോരാട്ടങ്ങളും ജയിച്ചു വന്നത്. മലയാളത്തിൽ പ്രാവീണ്യമുള്ളവർ പറയുന്നൊരു പ്രാസമാണ്, പ്രയോഗമാണ്, അല്ലേ? ആരാണ് മുതലേ അച്ഛൻ? അത് CPM ആണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗാണ്. അപ്പം മുതലേച്ചൻ ആരെന്നുള്ളതിൽ സംശയമില്ല. പക്ഷെ ഞാൻ ആരാ മോൻ? ഇത് ചോദിക്കാൻ ഇപ്പോൾ പറ്റുന്നത് കേരള കോൺഗ്രസുകൾക്കല്ലേ? യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസിൻ്റെ ശരിക്കുള്ള ശക്തി ചരിത്രത്തിൽ ഒരിക്കൽ മാത്രമേ വെളിപ്പെട്ടിട്ടുള്ളൂ. ഒറ്റയ്ക്ക് മത്സരിച്ചു, 10-20 സീറ്റുകൾ നേടി. അത് 1965-ലാണ്. പിന്നീട് എക്കാലത്തും UDF-ൻ്റെ ഘടകകക്ഷിയായോ LDF-ലെ ഘടകകക്ഷിയായോ, അല്ലെങ്കിൽ അന്ന് UDF LDF കൃത്യമായി ഉണ്ടാകുന്ന 1980-കളുടെ ആദ്യം മുതലാണ്. അതിനു മുൻപ് ഐക്യമുന്നണി അല്ലെങ്കിൽ സപ്തമുന്നണി ഇതിൻ്റെയൊക്കെ ഭാഗമായി നിന്നുകൊണ്ട് മത്സരിച്ചു. 65-ൽ ഒറ്റയ്ക്ക് നിന്നതാണ് നിന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് എല്ലാ കക്ഷികളും മത്സരിച്ചു. അന്നാണ് മനസ്സിലാകുന്നത് കേരളത്തിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് രാഷ്ട്രീയ കക്ഷികൾ മത്സരിച്ചാൽ ആർക്കും ഭൂരിപക്ഷം കിട്ടില്ല എന്ന് വളരെ വേദനയോടുകൂടി മനസ്സിലാക്കി. അത് മുതൽ കോയലീഷൻ പൊളിറ്റിക്സിൻ്റെ വിത്തുകൾ അവിടെ പാകപ്പെടുകയായിരുന്നു. അത് കഴിഞ്ഞാൽ സപ്തമുന്നണി, 7 കക്ഷികൾ ചേർന്ന് മുസ്ലിം ലീഗും CPM-ഉം എല്ലാം ഉണ്ട് അതിനകത്ത്. സപ്തമുന്നണി ആ പരീക്ഷണവും പൂർണ്ണമായി വിജയിച്ചില്ല. അത് ഇടയ്ക്ക് വെച്ച് തകർന്നു.
പിന്നീടാണ് CPIയും കോൺഗ്രസും ചേർന്ന് അച്യുതമേനോൻ്റെ നേതൃത്വത്തിൽ CPI ആണ് വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അന്ന് അറിയില്ലേ CPM ആണോ CPI ആണോ വലിയ കക്ഷി എന്നുള്ള പിളവ തർക്കം ഉണ്ടായിരുന്നു. CPI തന്നെയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേര് നിലനിർത്തിയത്. പക്ഷേ കേരളത്തിൽ കൂടുതൽ പ്രാധാന്യം നേതാക്കളുടെ ഒരു ക്രെഡിബിലിറ്റി കൂടിയാണ്. EMSൻ്റെ കാലഘട്ടം, AK ഗോപാലിൻ്റെ കാലഘട്ടം, ഗൗരിയമ്മയുടെ കാലഘട്ടം, TV തോമസ് CPIയിൽ, MN ഗോവിന്ദൻ നായർ CPIയിൽ അല്ലേ. അങ്ങനെ RSP പോലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ വളരെ പ്രസക്തനായിരുന്നു. ശ്രീകണ്ഠൻ നായരുടെ ഒരു കാലഘട്ടം, അതുപോലെയൊക്കെ പങ്കജാക്ഷൻ്റെ ഒരു കാലഘട്ടം, ബേബി ജോണിൻ്റെ ഒരു കാലഘട്ടം. ആ ഒരു തകർപ്പൻ നേതൃത്വം ഉണ്ടായിരുന്ന ഇടത് കക്ഷികളാണ്. ഇന്ന് അതെല്ലാം തന്നെ CPM മാത്രമാണ് പ്രധാനപ്പെട്ട ഇടതുകക്ഷി. CPI ചില മേഖലയിൽ, കോട്ടയം ജില്ലയിലെ കേരള കോൺഗ്രസിന് കൂടി സ്വാധീനമുള്ള ചില മേഖലയിൽ ചെറിയ സ്വാധീനം, കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ചെറിയ സ്വാധീനം, തൃശ്ശൂർ ജില്ലയിൽ ചെറിയ സ്വാധീനം. അത് കഴിഞ്ഞാൽ CPI എവിടെ? RSPയുടെ ഇപ്പം പ്രേമചന്ദ്രൻ ജയിച്ചു വരുന്നത് വേറൊരു കാര്യം. അത് അക്സെപ്റ്റൻസാണ്, ജനറൽ അക്സെപ്റ്റൻസാണ്. UDFൻ്റെ മൊത്തം പ്രേമചന്ദ്രൻ്റെ വ്യക്തിയുടെ മേധാവിത്വം. അതാണ് കൊല്ലം ജില്ലയിൽ, കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിരന്തരം പ്രേമചന്ദ്രൻ ഭൂരിപക്ഷം കൂട്ടുന്നതിൻ്റെ അടിസ്ഥാനം. ചവറയിലൊക്കെ ചെറിയ സ്വാധീനം ബേബി ജോണിൻ്റെ മകൻ ഷിബു ബേബി ജോണിനും അല്ലെങ്കിൽ വിജയൻ പിള്ളയുടെ മകനും ഒക്കെ തന്നെ ഉണ്ടാവും. അത് ചവറ RSPയുടെ ഒരു തട്ടകമായിരുന്നു. അതുകൊണ്ട് അതിന് പുറത്ത് ഈ കക്ഷികളൊന്നും പ്രസക്തരല്ല. പക്ഷേ ഏറെ പ്രസക്തി ഇപ്പോഴും നിലനിർത്തുന്നത് രണ്ട് കേരള കോൺഗ്രസ്സാണ്. നോക്കൂ, രണ്ട് കേരള കോൺഗ്രസും കൂടി ഇപ്പോൾ വല്ലാതെ ക്ഷയിച്ചു. സംശയമൊന്നുമില്ല. അണികളുടെ എണ്ണം നോക്കിയാൽ, തങ്ങൾക്ക് സ്വാധീനിക്കാവുന്ന വോട്ടുകളുടെ എണ്ണം നോക്കിയാൽ UDF മെന്റാലിറ്റിയാണ് പലർക്കും. അതെ, പലരും പറയാറുണ്ട് ജോസ് മാണി വിഭാഗം ഈ LDFിനൊപ്പം വന്നെങ്കിലും അവരുടെ ശരീരം മാത്രമേ വന്നിട്ടുള്ളൂ, ആത്മാവ് UDFിനൊപ്പമാണെന്നാണ് പറയുന്നത്. ആത്മാവ് UDFിനോടൊപ്പമാണ്, സംശയമൊന്നുമില്ല. അതുകൊണ്ട് ആ ആത്മാവ് ഈ UDFിലേക്ക് തിരിച്ചു പോയി കൂടായികയില്ലെന്നാണ് പറയുന്നത്. തിരിച്ച് ഇടതുപക്ഷത്തിന് PJ ജോസഫ് എത്ര കാലം ഇടതുപക്ഷത്തോടൊപ്പം നിന്നതാണ്? അതെ, ചതുർത്ഥിയൊന്നുമില്ലല്ലോ ഇടതുപക്ഷത്തോട്. ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് മന്ത്രിയായ ആളാണ്. ശരിയാണ്. അന്നൊക്കെ മാണി UDFിനോടൊപ്പം നിന്നു. അപ്പോൾ തിരിച്ച് LDFിനോടൊപ്പം പോകാൻ ജോസഫിനോ UDFിനോടൊപ്പം വരാൻ മാണിക്കോ ബുദ്ധിമുട്ടില്ല എന്നാണ് എൻ്റെ തിയറി. അതെ. അതോടൊപ്പം തന്നെ ഈ ബാലകൃഷ്ണപിള്ളയുടെ മകൻ KB ഗണേഷ് കുമാർ പത്തനാപുരത്ത് ജയിക്കാനല്ലേ സാധ്യത? MLA ആയി കഴിഞ്ഞാൽ ഇടതുപക്ഷത്ത് മന്ത്രിയായിരുന്നു, UDFിലും മന്ത്രിയായിരുന്നു. എന്താ ബുദ്ധിമുട്ട്? അനൂപ് ജേക്കബ് അല്ലേ പിടവത്ത് ജയിച്ചു വന്നാൽ UDFിൻ്റെ ഭാഗമാണിപ്പോൾ. ഒരു വോട്ടിൻ്റെ കുറവേ ഉള്ളതിൽ അനൂപ് ജേക്കബ് ക്യാൻ ബിക്കം എ മിനിസ്റ്റർ. എന്തായാലും കിങ് മേക്കർ ആകാം. ഓരോ സീറ്റും കേരള കോൺഗ്രസുകൾക്ക് ഒന്നല്ല, കേരള കോൺഗ്രസുകൾ മൊത്തത്തിൽ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം നോക്കിയേ. 8 സീറ്റ് UDFിനോടൊപ്പം നിന്നുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്, 12 സീറ്റുകൾ LDFിനോടൊപ്പം നിന്നുകൊണ്ട് മാണി വിഭാഗം. അപ്പോൾ തന്നെ 20ആയി. വിജയസാധ്യതയുള്ള സീറ്റുകളുടെ എണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും ബാലകൃഷ്ണപിള്ളയുടെ മകൻ, മറ്റൊരെണ്ണമെങ്കിലും തീർച്ചയായും അനൂപ് ജേക്കബ്, അത് CM ജേക്കബിൻ്റെ മകൻ. അപ്പോൾ ഈ എല്ലാം കൂടെ ചേർന്നാൽ 20-25 സീറ്റുകളാണ് കേരള കോൺഗ്രസിൻ്റെ ആകെ. ഇവർ പരസ്പരം മത്സരിക്കുന്ന സീറ്റുകൾ ഒഴിവാക്കിയാൽ ഇതെല്ലാം കൂടെ ചേർന്ന് വിജയസാധ്യത 10 സീറ്റുകളുണ്ട് എന്ന് കരുതുക. ഇത് പോരെ വിജയം പരാജയങ്ങൾ നിർണ്ണയിക്കാൻ? ഇത് പോരെ ഒരു ഭരണത്തിലെത്താൻ? ആർക്കെങ്കിലും ദോഷം? വളരെ കൺവീനിയൻ്റാണ്. ഞങ്ങൾ BJP മാറ്റി നിർത്താൻ യോജിച്ചു. ഒരു ഭരണം ആർക്കും തെറ്റു പറയാനാവില്ല. അവിടെയാണ് കോൺഗ്രസിനും കേരള കോൺഗ്രസിനും മുസ്ലിം ലീഗിനും പറ്റില്ല മറുകണ്ഠം ചാടാൻ. CPIക്കും CPMനും പറ്റില്ല മറുകണ്ഠം ചാടാൻ. CPM കോൺഗ്രസിനോടൊപ്പം ചേരാൻ പറ്റൂ. VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാക്കാൻ, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ കൈവക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അത് മൗഢ്യമല്ല, അങ്ങനെ ചിന്ത തന്നെ ഇല്ലല്ലോ. പക്ഷേ കേരള കോൺഗ്രസുകൾക്ക് അങ്ങനെയല്ല. അവിടെയാണ് കേരള കോൺഗ്രസുകൾ ഇപ്പോൾ പ്രസക്തി നിലനിർത്തുന്നത്. കൃത്യം ബാർഗെയിനിങ്ങിലൂടെയാണ്. ജൈവികമായ വളർച്ച രേഖപ്പെടുത്തുന്നതുകൊണ്ടല്ല, മറിച്ച് മുതലേച്ചൻ ഇഫക്റ്റ് ഉപയോഗിക്കാൻ എനിക്കറിയാം എന്ന് പറയുന്ന കേരള കോൺഗ്രസുകൾ ഇത്തിൽക്കണ്ണി പോലെ നിൽക്കും. മാറി മറ്റൊരു മരത്തിലാണ് സാധ്യത എന്നുണ്ടെങ്കിൽ ആ മരത്തിലേക്ക് മാറും. ഇത്തിൽക്കണ്ണി എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് അർത്ഥത്തിലല്ല കേട്ടോ. ഒരു ഭരണത്തിൽ എത്തണമെങ്കിൽ കേരള കോൺഗ്രസ് കൊണ്ടുവരുന്ന ചെറിയ നമ്പർ വോട്ടുകളും UDFിനും LDFിനും വേണമല്ലോ. അപ്പോൾ ഇതെല്ലാം തന്നെ തീർച്ചയായും ഒരു സങ്കോചമില്ലാതെ തന്നെ ഒരു ഭരണം. അതുകൊണ്ട് കേരളം അനാഥമാവില്ല. കേരളത്തിൽ തൂക്ക് മന്ത്രിസഭ, തൂക്ക് നിയമസഭ വന്നാൽ പോലും കേരളത്തിനൊരു ഭരണകൂടം ഉണ്ടാവും. BJPക്ക് പരമാവധി ആഗ്രഹിക്കുന്നത് BJPയെ കൂട്ടാതെ ആർക്കും ഒരു ഭരണത്തിലെത്താനാവില്ല എന്നാണ്. പക്ഷേ എൻ്റെ ചിന്ത BJP അവിടെ ഒരു പരിഗണനയാകും. BJPക്ക് 10-15 സീറ്റ് ലഭിച്ചാൽ
അതൊരു ഈ അരിത്തമെറ്റിക്സ് അപ്രസക്തമാകും. അതാണ് മൂന്നാം സാധ്യത. ഞാൻ 2 സാധ്യത പറഞ്ഞു. മൂന്നാം സാധ്യത BJPക്ക് 10-ലധികം സീറ്റിലേക്ക് നീങ്ങുന്നു. കേരള കോൺഗ്രസുകൾക്ക് ആ തരം ഫ്ലെക്സിബിലിറ്റി കിട്ടാതെ വരുന്നു. അങ്ങനെയെങ്കിൽ വല്ലാതെ ബുദ്ധിമുട്ടും. അതാണ് യാഥാർത്ഥ്യം. അപ്പം നമുക്ക് അപ്രിയമായ ചില സത്യങ്ങളാണ് ഇതൊക്കെ. സത്യങ്ങളാണെങ്കിൽ പോലും അപ്രിയമായ ചില കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ലോകമുണ്ടോ എന്ന് ചിന്തിച്ചാൽ അങ്ങനെ ലോകമുണ്ടാവാം. അതാണ് ചിത്രം. കാരണം പൊളിറ്റിക്സിൽ രണ്ടും ചേരുമ്പോൾ 4 അല്ല എന്നുള്ളതാണല്ലോ പറയുന്നത്, അല്ലേ? ഇമ്മിണി വലിയ ഒന്നെന്ന് പറയുന്നതാണ്. വൈക്കം മുഹമ്മദ് ബഷീർ എത്രയോ കാലം മുമ്പ് ഇത് പറഞ്ഞു. ഒന്നും ചേരുമ്പോൾ 2 ആകണമെന്നില്ല. ഇമ്മിണി വലിയ ഒന്ന്. അതൊന്ന്. ഭരണത്തിൽ അവർ ഒന്നാണ്. നാം എല്ലാം ഒന്നത്രേ. വെൻ ഇറ്റ് കംസ് ടു പവർ, വെൻ ഇറ്റ് കംസ് ടു അഡ്മിനിസ്ട്രേഷൻ, വെൻ ഇറ്റ് കംസ് ടു മണി, ദേ ആർ ഓൾ വൺ. ഇൻട്രസ്റ്റ് എന്താണ്? പ്രത്യയശാസ്ത്രമൊന്നും അല്ലല്ലോ. അതൊക്കെ മരിച്ചു പോയില്ലേ? പ്രത്യയശാസ്ത്രമല്ലല്ലോ. എക്സാക്ട്ലി. അതാണ് നമ്മുടെ പൊളിറ്റിക്സ് ആകെ മാറിപ്പോയിരിക്കുകയാണ്. അതാണ് ചിലപ്പോഴൊക്കെ തന്നെ എനിക്ക് ആശ്ചര്യം തോന്നാറുണ്ട്. നമ്മളോടൊപ്പം കളിച്ച് ചിരിച്ച് സംസാരിക്കുന്നവർ നമ്മുടെ തന്നെ പരാജയത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ കരുക്കൾ നീക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം സത്യസന്ധത, നൈതികത ഒക്കെ തന്നെ ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്. ഏറ്റവും അധികം കുതികാൽ വെട്ടുകൾ നടക്കാൻ സാധ്യതയുള്ളതും മധ്യ കേരളത്തിലെ കേരള കോൺഗ്രസുകൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെ അല്ലേ? അങ്ങനെ ആയിരിക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഗ്രസോ കേരള കോൺഗ്രസോ മത്സരിക്കുന്ന കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിൽ മൂപ്പിളവ തർക്കങ്ങളുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഉപരിപ്ലവമായ കാര്യങ്ങളാണ്. കോൺഗ്രസ് ആഗ്രഹിക്കുന്ന ഒരുപാട്. ഇപ്പോൾ തന്നെ 2 വാങ്ങിയെടുത്തില്ലേ? ജോസഫ് ഗ്രൂപ്പിൽ നിന്നും 2 സീറ്റുകൾ വാങ്ങിയെടുത്തു. റോഷി അഗസ്റ്റിനെതിരെ മത്സരിക്കുന്നത് ഒരു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാരനല്ല, കോൺഗ്രസ്സുകാരനാണ്. അതുപോലെ ഏറ്റുമാനോട് സീറ്റ് വാങ്ങിയെടുത്തില്ലേ? കേരള കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും കോൺഗ്രസ് വാങ്ങിയെടുത്തില്ലേ? തിരുവല്ല സീറ്റും ചങ്ങനാശ്ശേരി സീറ്റും ഒക്കെ വാങ്ങിയെടുക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ അത് നടന്നില്ല. പക്ഷേ ഇതെല്ലാം തന്നെ കോൺഗ്രസ് വോട്ടുകൾ കൃത്യമായി കേരള കോൺഗ്രസിലേക്ക് പാർക്ക് ചെയ്യപ്പെടുമോ, ജോസഫ് ഗ്രൂപ്പിലേക്ക് പാർക്ക് ചെയ്യപ്പെടുമോ? എല്ലാം ഇല്ല എന്നത് കൃത്യമാണ്. കേരള കോൺഗ്രസ് വീണ്ടും പരാജയപ്പെടേണ്ടത് കോൺഗ്രസിൻ്റെ മൊത്തത്തിലല്ല, സ്ഥാനമോഹികളായ കോൺഗ്രസ്സുകാരുടെ ആവശ്യമാണ്. എങ്കിൽ അവർക്ക് കൂടുതൽ സീറ്റുകൾ മത്സരിക്കാൻ പിന്നീടുള്ള തിരഞ്ഞെടുപ്പിൽ ലഭിക്കും. അതായത് ഈ മധ്യ തിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ എല്ലാം തന്നെ ഒരു വിഷമമായിരുന്നു, ഒരു ധർമ്മസങ്കടമായിരുന്നു. ഈ കേരള കോൺഗ്രസ് ഇങ്ങനെ നിലനിൽക്കുമ്പോൾ എങ്ങനെ തങ്ങൾക്ക് സീറ്റ് കിട്ടും? കാരണം അവർക്കല്ലേ സീറ്റ് കൊടുക്കാൻ പറ്റും. അത് ഈ ഭീമസേനൻ്റെ ഒരു ദുഃഖമുണ്ടല്ലോ, 2ാം ഊഴത്തിലെ MT വാസുദേവൻ നായർ പറയുന്നൊരു ദുഃഖമുണ്ടല്ലോ. അതെ, തങ്ങളാണ്, കോൺഗ്രസ് പറയുന്ന ദുഃഖമാണ്, തങ്ങളാണ് കോട്ടയത്തെ പ്രധാനപ്പെട്ട UDF കക്ഷി, ജോസഫ് ഗ്രൂപ്പ് അല്ല. പക്ഷേ അവർക്ക് കൂടുതൽ സീറ്റുകൾ കൊടുക്കേണ്ടി വരുന്നു. ഭീമസേൻ പറയുന്നതല്ലേ, ഞാനാണ് യുദ്ധം ജയിക്കുന്നത്. അർജുനും അത് തന്നെയാണ് പറയുന്നത്, ഞാനാണ് യുദ്ധം ജയിക്കുന്നത്, ധർമ്മപുത്രരല്ല. പക്ഷേ ദ്രൗപദിയെ ആദ്യം കാണാനുള്ള അവകാശം ധർമ്മപുത്രർക്കാണ്, അല്ലേ? യുധിഷ്ഠിരനാണ്. അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ്സുകൾ അവർക്ക് അർഹതയിൽ കൂടുതൽ സീറ്റുകൾ നേടുന്നു, അർഹതയിൽ കൂടുതൽ ഭരണത്തിൽ പങ്കാളിത്തം നേടുന്നു. ശരിയായ പിന്തുണ വെളിപ്പെടുന്നതേയില്ല. അത് ഒരു രീതിയിലും വെളിപ്പെടാനുള്ള സാഹചര്യമില്ല. ക്ലെയിംസാണ്, എപ്പോഴും ക്ലെയിംസാണ്. ഞങ്ങളുള്ളത് കൊണ്ടാണ് ഇത്രയും സീറ്റുകൾ LDF ലഭിച്ചതെന്ന് മാണി ഗ്രൂപ്പും, ഞങ്ങളുണ്ടായതുകൊണ്ട് മാത്രമാണ് UDF മികച്ച വിജയം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതെന്ന് ജോസഫ് ഗ്രൂപ്പ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ കോൺഗ്രസിന് ദുഃഖമുണ്ട്, CPM ദുഃഖമുണ്ട്, CPIക്കും ദുഃഖമുണ്ട്. അതെ, ഏതായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു ഇത്. യാതൊരു തർക്കവുമില്ല. കാരണം കേരളം ഒരു തൂക്കുസഭയിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ BJPക്ക് 5-ലേറെ സീറ്റില്ല, അങ്ങനെ ഒരു സാഹചര്യവും സൃഷ്ടിക്കപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ കേരളം അനാഥമാകില്ല. കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് ഡോക്ടർ മോഹൻ വർഗീസ്. അവിടെ സർക്കാർ ഉണ്ടാക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൂഷ്യലായിട്ടുള്ള പങ്ക് വഹിക്കുക കേരള കോൺഗ്രസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചരിത്രം പരിശോധിച്ച് വർത്തമാനത്തോട് ചേർത്ത് വെച്ച് നമ്മൾ ഒന്ന് തുന്നിച്ചേർത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൽ തെളിയുന്ന ഒരു ദൃശ്യമുണ്ട്. കേരള കോൺഗ്രസ്സുകളുടെ ഒരു ഏകീകരണം, അവർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു സർക്കാരിനെ പിന്തുണയ്ക്കും, അവിടെ ന്യായം പറയും, BJP അകറ്റി നിർത്തുവാൻ എന്നുള്ള ഒരു സാധ്യത വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ ദർശിനിയിലൂടെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ. എന്തായാലും വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ വലിയ ചർച്ചകൾക്ക് സാധ്യത തുറന്നിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. വളരെയധികം നന്ദി സർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകും. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.